കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്വിറ്റ് ഇന്ത്യ അനുസ്മരണം ഉപ്പുതറയിൽ നടന്നു. ഡിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ക്വിറ്റ് ഇന്ത്യ അനുസ്മരണം സംഘടിപ്പിച്ചത്. കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് ബ്ലോക്ക് തല അനുസ്മരണം നടന്നത്. ഉപ്പുതറയിൽ നടന്ന ബ്ലോക്ക് തല അനുസ്മരണം ഡിസിസി സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരിക്കൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ 930 നമുക്കറിയാം ദണ്ഡി യാത്ര നടത്തി. അവിടെ പോയി ഉപ്പുണ്ടാക്കുന്ന സമരം നടത്തി. ശ്രീ കെ കേളപ്പൻ നമ്മുടെ കണ്ണൂരിലല്ലേ അവിടെ പോയി സമരം നടത്തുകയുണ്ടായി. ദണ്ഡി യാത്ര നടത്തി കഴിഞ്ഞപ്പോൾ ദേശീയ സാധനങ്ങൾ ഉൾപ്പെടെ ബഹിഷ്കരിക്കുന്ന രീതിയിൽ സമരങ്ങൾ നടന്നു. അതിനുശേഷം നമ്മൾ വിദേശ നിയമങ്ങൾ ബഹിഷ്കരിക്കാൻ തുടങ്ങി. അവസാനം 1942 ആയപ്പോൾ നമ്മൾ തീരുമാനമെടുത്തു ക്വിറ്റ് ഇന്ത്യ, അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടുക, ഇന്ത്യയുടെ ബ്രിട്ടീഷുകാരുടെ അധിനിവേശത്തിൽ നിന്ന് നമുക്ക് മോചനം നേടണമെന്നുള്ള ആ രീതിയിൽ നമ്മുടെ സമരം വളരെ തീവ്രമായി. തുടർന്നുള്ള 5 വർഷക്കാലത്തെ തീവ്രമായ സമരത്തിന്റെ ഭാഗമായിട്ട് 1947 ഓഗസ്റ്റ് മാസം 15-ാം തീയതി നമുക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം യാഥാർത്ഥ്യമായി. അതാണ്. പക്ഷെ ഇപ്പം 1942 ഓഗസ്റ്റ് 9-ാം തീയതി നമ്മൾ ക്വിറ്റ് ഇന്ത്യ ദിനം ആചരിച്ചതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ ജെ കുട്ടിയച്ചൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഇന്ത്യ വിടുക എന്ന് പറഞ്ഞുകൊണ്ടുള്ള ക്വിറ്റ് ഇന്ത്യ സമരം, ഇനിയിപ്പോൾ നമുക്ക് BJP ഇന്ത്യ വിടുക, BJP ഇന്ത്യയിൽ നിന്ന് ഭരണത്തിൽ നിന്ന് BJPയെ പുറത്താക്കുവാനുള്ള മുദ്രാവാക്യവുമായി നമുക്ക് പോകേണ്ടതുണ്ട്. കേരളത്തിൽ നമ്മൾ പിണറായി ഗവൺമെന്റിനെ പുറത്താക്കി, അതുപോലെ ഇന്ത്യയിൽ BJP ഗവൺമെന്റിനെ പുറത്താക്കുവാൻ ക്വിറ്റ് BJP എന്ന മുദ്രാവാക്യം വിളിക്കുവാനുള്ള സമയമായിരിക്കുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ നമ്മൾ നടത്തി. അനുസ്മരണ യോഗത്തിൽ കോൺഗ്രസ് ഏലപ്പാറ ബ്ലോക്ക് പ്രസിഡന്റ് ജോർജ് കൂറുംപുറം അധ്യക്ഷത വഹിച്ചു. ഡിസിസി അംഗം മാരിയിൽ രാജേന്ദ്രൻ, CM ബൾക്കി പൊടിപാറ, അയ്യപ്പൻകോവിൽ മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെയിംസ് കാപ്പൻ, കോൺഗ്രസ് ഉപ്പുതറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ഷാൽ വെട്ടിക്കാട്ടിൽ, ശശികുമാർ, സർജൻ ജയരാജ് എന്നിവർ സംസാരിച്ചു. ഇടുക്കി വിഷൻ ന്യൂസ്, ഉപ്പുതറ.